Audio Jungle. Audio Jungle. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസ് സെന്റർ ഔപചാരിക ഉദ്ഘാടനം നാളെ ഞായറാഴ്ച നാടിന് സമർപ്പിക്കുകയാണ് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ MP പ്രിയങ്ക ഗാന്ധി ഡയാലിസ് സെന്റർ നാടിന് സമർപ്പിക്കും. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിവാദങ്ങൾക്കും ഒടുവിലാണ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ മാസം 30-ന് വണ്ടൂർ സ്വദേശിനിയെ ആദ്യ ഡയാലിസിന് വിധേയമാക്കിയത്. ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് നാളെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വണ്ടൂരിലെ നിർധരായിട്ടുള്ള പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമാകുന്ന, നമ്മുടെ നാടും നാട്ടുകാരൊക്കെ ഏറെ കാലമായി കാത്തിരുന്ന ആ ഒരു സുന്ദര നിമിഷമാണ് നാളെ നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്. നമ്മുടെ നാടും നാട്ടുകാരൊക്കെ ഏറെ കാലമായി കാത്തിരുന്ന ആ ഒരു സുന്ദര നിമിഷമാണ് നാളെ നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് നാളെ ഈ ഒരു ഉദ്യമം നമുക്ക് നാടിനായി തുറന്നു കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2019-20 കാലഘട്ടത്തിൽ ബഹുമാനായിട്ടുള്ള MP ശ്രീ രാഹുൽ ഗാന്ധി അവർ 50 ലക്ഷം രൂപ വകയിരുത്തി ആരംഭിച്ചതാണ് ഈ പദ്ധതി. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മുടെ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായ സാഹചര്യം ഉണ്ടാവുകയും പ്രിയപ്പെട്ട MLA ശ്രീ AP അനിൽകുമാർ അവർ 50 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് നമ്മൾ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുവാൻ ഉള്ള പദ്ധതി തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏകദേശം 1 കോടിയിൽ പരം രൂപ വകയിരുത്തി അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ 2 വർഷം കൊണ്ട് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി. അതിനുശേഷം നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആയിരുന്നു. അതും NHMൽ നിന്ന് 1,20 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുകയും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി, എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി പൂർത്തീകരിക്കാനും കൂടി കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണ് നമ്മളുള്ളത്. അതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും തയ്യാറായ ശേഷമാണ് നമ്മൾ ഈ ഡയാലിസിസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രവൃത്തി ആരംഭിച്ചു. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം ശ്രീമതി പ്രിയങ്ക ഗാന്ധി നാളെ നാടിന് സമർപ്പിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് VK അഷ്കർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ശിവശങ്കരൻ എന്നിവർ സംബന്ധിച്ചു. 71 ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.